ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ? ഇന്ന് നമുക്ക് സദ്യയിലെ പ്രധാന ഐറ്റമായിട്ടുള്ള ഓലൻ ഉണ്ടാക്കാം. ഓലൻ പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. മത്തങ്ങ, കുമ്പളങ്ങ, പടവലങ്ങ, പീച്ചിങ്ങ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഓലൻ ഉണ്ടാക്കാം. ഇതിലെല്ലാം വൻപയർ ചേർത്തിട്ടും ചേർക്കാതെയും നമുക്ക് ഉണ്ടാക്കാം. വൻപയർ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളർ വരുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കണ ഓലന് വെളുത്ത കളറായിരിക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത വൻപയർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് വൻപയർ. പിന്നെ എടുത്തിട്ടുള്ളത് തൊലി കളഞ്ഞിട്ട് കനം കുറച്ചരിഞ്ഞിട്ടുള്ള 1 കപ്പ് മത്തങ്ങ. പച്ചമത്തങ്ങയാണെങ്കിൽ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കനം കുറച്ചരിഞ്ഞിട്ടുള്ള 1 കപ്പ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ എടുക്കുമ്പോൾ അധികം മൂക്കാത്ത കുമ്പളങ്ങ നോക്കിയിട്ട് എടുക്കണേ. അതിന് കൂടെ ഒരു 3 പച്ചമുളകും കൂടെ കീറി എടുത്തിട്ടുണ്ട്. ഈ കറിക്ക് അധികം എരിവ് വേണ്ട, അതുകൊണ്ട് 3 പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. എരിവ് കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കുക, കൂട്ടേണ്ടവർക്ക് കൂട്ടുക ചെയ്യാം. പിന്നെ ഞാനിവിടെ 1/2 മുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ നോക്കണേ. ആദ്യം തന്നെ നമുക്ക് പയർ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പയറിട്ട് കൊടുക്കാം. പയറിട്ടതിന് ശേഷം അത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചടുപ്പിൽ വെച്ചിട്ട് പയർ നന്നായിട്ട് വേവിച്ചെടുക്കാം. പയർ കുതിർത്ത കാരണം കൊണ്ട് ഒരു വിസിലിൽ പയർ വെന്ത് കിട്ടും. ഇതാപ്പോൾ നമ്മുടെ പയർ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പയർ പാകത്തിന് വെന്തുണ്ട്. വെന്തുടഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ നന്നായിട്ട് വേവും ചെയ്യുന്നുണ്ട്. കുക്കർ ഒരു വിസിലടിക്കുമ്പോൾ ഓഫാക്കിയിട്ട് അതിൽ പ്രഷർ പോണ വരെ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ പാകത്തിന് കിട്ടും. അപ്പോൾ അധികം വെന്ത് പോയിണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള കുമ്പളങ്ങ, പിന്നെ നുറുക്കി വെച്ചിട്ടുള്ള മത്തങ്ങ, പിന്നെ പച്ചമുളക്, ഇത് 3 കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓലൻ ഒരു മൈൽഡ് ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അതിൽ അധികം ഉപ്പും ഉണ്ടാവില്ല, അധികം എരിവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉപ്പും എരിവും ഒക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് മാത്രം ചേർത്താൽ മതി. ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളും പയറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങയും കുമ്പളങ്ങയും അധികം വെന്തുടഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണേ. കഷ്ണങ്ങളൊക്കെ കനം കുറച്ച് കട്ട് ചെയ്ത കാരണം കൊണ്ട് ഇത് വേവാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 4 മിനിറ്റൊക്കെ മതിയാവും. ഈ 4 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം വെന്ത് പാകമായി കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഒരു 2 മിനിറ്റും കൂടെ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകമായിട്ട് വെന്തുണ്ട്. മത്തങ്ങയും കുമ്പളങ്ങയും ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പയർ വേവിച്ച വെള്ളത്തിലാണ് നമ്മൾ മത്തങ്ങയും കുമ്പളങ്ങയും വേവിച്ചെടുത്തത്. എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതൊരു തൊടുകറിയാണെങ്കിലും കുറച്ച് ലൂസായിട്ടുള്ള തൊടുകറിയാണ്. എന്നാൽ അധികം വെള്ളം ചേർക്കാനും പാടില്ല. അധികം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇലയിൽ വിളമ്പാൻ പറ്റില്ല, ഒഴുകി പോവും. അപ്പോൾ ഇതാ നമ്മുടെ ഓലൻ ഇവിടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത വഴി ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയി കേട്ടോ. ഇനി ഇതിലേക്ക് ഫൈനൽ ടച്ചപ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് കഴിഞ്ഞു. ഇനി ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് തുറന്നു നോക്കിയപ്പോൾ ഇതാ നമ്മുടെ ഓലൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഇരുന്ന് തണുത്തപ്പോൾ തേങ്ങാപ്പാലെല്ലാം നല്ല കുറുകി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഈ കറി നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കാം. ഒരുപാട് എരിവൊന്നും ഇല്ലാത്തൊരു കറിയല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.